വീട്ടിലെ കാര്യമൊന്നും നോക്കാതെ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് എന്തിന്? ദൈവമേ, ഞാൻ അറിയാതെ എന്തെങ്കിലും അവളെ പറഞ്ഞാ? ഈ മാങ്ങ കണ്ടപ്പോൾ എന്തോ ഒരു തുള്ളിച്ചാട്ടമായിരുന്നു, അച്ചാറേ അച്ചാറേ എന്നും പറഞ്ഞ്. കനകം തന്നെ എന്തെങ്കിലും പറഞ്ഞ? എന്തെങ്കിലും ഒരു കാര്യം പറ, ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ. എന്തോ മാറ്റം ഇന്നലെ മുതല്. മാറ്റോ? എന്തോന്ന് മാറ്റം? അവന്റെ മാറ്റം ഒന്നുമില്ല, അവൻ പഴയതുപോലെ തന്നെ. ഒന്നല്ല, ഭയങ്കര ദേഷ്യം. എനിക്ക് ഒന്നും ചോദിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ചേട്ടാ, ഇതെന്ത്? അവൻ ലാപ്പീസിൽ വല്ല കാര്യമായിരിക്കും അവൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഓഫീസിലെ കാര്യമാണെങ്കിൽ എന്താ നമ്മളോട് പറഞ്ഞ? ഇപ്പൊ നോക്കിയാലും ഫോണിൽ തന്നെ ഫോൺ. ഞാനിങ്ങനെ അറിയാതെ അതുവഴി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഫോണും കൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകും. എന്തോ കള്ളത്തരമുണ്ടമ്മേ. നാശമായത്. ശരിയാണല്ലോ. ഇന്നലെ ഞാനും അങ്ങോട്ട് നിന്ന് എന്തോന്നാ മോനെ ഒന്ന് വിളിച്ചത് ഒരു ചാടിക്കേട്ട്. ആഫീസിൽ എന്തെങ്കിലും കാര്യം കാണും, അതായിരിക്കും. അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാം. നീ കരയാതിരിക്ക്. ദൈവമേ, ഞാൻ അവനോട് ചോദിക്കാം. നീ സമാധാനമായിട്ടിരിക്കുക. ഇതൊന്ന് അരിഞ്ഞെടുക്കുമോ നീ? ഞാൻ കനക വന്നല്ലേ, ഞാൻ ചോദിക്കാം അവൻ്റെ കൂടെ. നീ വരട്ടെ. കനക, ചെറുക്കൻ എന്തിന്റെ കേടാണെന്ന് അറിഞ്ഞില്ലല്ലോ. കരിമ്പും കാട്ടിൽ ആന കയറിയത് കണക്ക് കളിപ്പ് തന്നല്ലോ. നീ കരയാതെ. കാണൂല, എവിടെ കൊണ്ടുപോയിട്ടിരിക്കണത്? എന്തിന്റെ കേടെന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണും. ജമന്തി, ഞാൻ ആ അഴയുടെ മോലിട്ട കയ്യിൽ എവിടെയെന്ന്, ഞാൻ ആ അഴയുടെ മോലിട്ട കയ്യിൽ എവിടെയെന്ന് നിന്നോടായി ചോദിക്കണം. നിന്നോട് ആരെ കഴുകിടാൻ പറഞ്ഞത്? ആരുടെ നിന്നോട് കഴുകിടാൻ പറഞ്ഞത്? നീ കഴുകി ഇടേണ്ട സാധനങ്ങൾ കഴുകിടില്ലല്ലോ. ഇന്ന് രാവിലെ എടുത്ത് കൊടുത്തതാണ്. എന്തിനാ അത് കഴുകിയിട്ടതെന്ന്? അത് കഴുകിയിട്ടെന്ന് വെച്ചപ്പോ കുഴപ്പം ഇവൾക്ക് എന്തിന്റെ കാണാണ്? എന്തിനും മറ്റേ ചോദിക്കുമ്പോ നീ എന്തിനടി കരയണത്? അറിയാതെ ഞാൻ സഹിക്കുമ്പോ ഫോൺ വിളിയിൽ എന്തോ കുഴപ്പമുണ്ട്. ഫോൺ വിളി, അങ്ങനത്തെ ഫോൺ വിളിയൊന്നും അവൻ അങ്ങനെ വരാനിടയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? നീ സമാധാനപ്പെട്. എന്തായാലും നമുക്കിത് കണ്ടുപിടിക്കാം കേട്ടാ. നീ സമാധാനമായിട്ടിരിക്കും. ഹലോ, പറ. അതെ, 1 മാസം സമയം വേണമെന്നാണ് പറഞ്ഞത്. ഞാനേ കഴിച്ചോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടി, അവനെ വിളിച്ചോണ്ട് പോയി ആഹാരം കൊടുക്ക്. എന്തോന്നാടാ? എന്താ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കാം. എടാ, നീ വന്ന് ഭക്ഷണം കഴിക്ക്. എനിക്കിപ്പോ വിശക്കുന്നില്ല, നിങ്ങൾ പോയിട്ട് കഴിച്ചോ. പാതിരാത്രി ആയാലും നിനക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യെന്നാ? എന്താന്നാടാ നീ രായും പകലും ഇല്ലാതെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നത്? വേറൊരാൾക്ക് അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കണം. അമ്മ വേണം പോയി കഴിക്കുക ഭക്ഷണം. നീ ഭക്ഷണം കഴിച്ചിട്ട്? ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല ഇപ്പൊ. എന്നാ നീ കഴിക്കണ്ട. ഞാനിപ്പോ ഇനി എന്തോ എന്താ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. ഇവിടുത്തെ കാര്യം വലിയ കഷ്ടമാണ്. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണെന്ന്. അമ്മയും ചമന്തിയും വന്നു, അതാണ് കട്ട് ചെയ്തത്. ഓക്കെ, പറ. Angga,
ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലല്ലോ. ഫോണോ മേനിയത് നിന്റെ കനകൻ നിന്റെ ആങ്ങള ആരാണെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ചില സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഒരു സമാധാനമൊക്കെ നടക്കും. എടി കുട്ടി അതൊന്നും കേൾക്കാൻ പറ്റില്ല. നീ നമ്മളെ കാണണ്ട. വാ നീ വാ. ആ പെണ്ണിൻ്റെ കാര്യം അതോ ഗതി. ഇങ്ങോട്ട് കയറി. ഹലോ, ഒരാഴ്ചയും കൂടെ ഒന്ന് ക്ഷമിക്കേ. നാളെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പിന്നെന്താ? എന്തോന്നടി തങ്കം ഇത്? എന്തോ കടുപ്പായത്? കഷായം പോലെ ഉണ്ട്. പിന്നെ കഷായം കടുപ്പില്ലെങ്കിൽ ചായ എന്തിനുള്ള? എന്നാ വല്ല അരിഷ്ടോ കഷായോ കുടിക്കണ നല്ലത്. ഇതിങ്ങനെ പോയപ്പോ എന്താ ചെയ്യണേ? അവൻ അവിടെ കിടന്ന് എന്നും ബഹളാന്നേ. ഞാനും അതാ. നീ എന്താ പഠിക്കുന്നേ? കണക്ക്. ആ, ഒരു കാര്യം ചെയ്യും, നീ അകത്ത് പോയിരുന്നു പഠിക്കും. ഇവിടെ ഇരുന്ന് പഠിച്ചാൽ ചിലപ്പോൾ കണക്കൂട്ടിൽ തെറ്റും. അല്ലേ? ചായ എടുത്തോണ്ട് നോക്കോന്നാ. പ്ലേറ്റോ, എനിക്കിപ്പോ ഇതല്ല വിഷമം. ഇവനിത് എന്തും ഭാവിച്ചിണ്ടാ? 2 ദിവസമായി ആ വീട്ടിൽ നിന്ന് ബഹളം കേൾക്കാൻ തുടങ്ങിയിട്ട് ആർക്കും സമാധാനം ഇല്ല. ഇന്നലെ കാലത്ത് ഞാൻ നിന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ നീ എന്നെ ചാടിക്കടിക്കാൻ നിന്നില്ലേ? രാത്രി ഫോൺ വിളിക്കുന്ന കണ്ടപ്പോൾ വിശ്വാസമായോ? ഇതെന്താ, ഇത് ആരാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എടി, ഒരാണ് മാറി നിന്ന് ഫോൺ വിളിക്കണമെങ്കിൽ അത് ഉറപ്പായിട്ട് ഒരു പെണ്ണ് തന്നെ ആയിരിക്കും. പെണ്ണോ? ആ, അല്ല, ഇവന് ഈ പെണ്ണുങ്ങൾക്ക് എന്തിനാ ഫോൺ ചെയ്യണേ? അവന്റെ ഭാര്യയുടെ മുഖം ഓർമ്മ വേണ്ടേ? എടി, അതിപ്പോൾ ഒരു പുതിയ പെണ്ണ് വന്ന് ചിരിച്ചത് കാണിക്കുമ്പോൾ ഒരു നിമിഷം പോരെ ആണിൻ്റെ മനസ്സ് മാറാനായിട്ട്. ആരായിരിക്കും എന്നാലും? അവൻ്റെ ഓഫീസിലുള്ള വല്ല പെമ്പിള്ളേരും ആയിരിക്കുമോ? ഏയ്, ഓഫീസിലെ പിള്ളേർ അങ്ങനത്തെ പിള്ളേരൊന്നുമല്ല. നിങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാ. വേറെ ആരാന്നാ? എടി, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഞാൻ അവനും കൂടെ ഒരു ദിവസം സ്മോള് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പണ്ട് 10 ബിയിൽ പഠിച്ചൊരു സുഷമയെ നിനക്ക് അറിയത്തില്ലയോ? പഠിച്ചിട്ട് പൂച്ചക്കണ്ണി. ആ സുഷമയോടെ ഇവന് പണ്ടേ ചെറിയൊരു ഇതുണ്ടായിരുന്നല്ലോ. അത് എത്ര കൊല്ലം മുമ്പാ ക്ലീറ്റോ? എടി, അവൻ ഈ ഇടയ്ക്ക് അവൻ്റെ ഓഫീസിൽ വന്നിരുന്നു. അവനിപ്പോൾ ഈ പരിസരത്ത് ഇവിടെ താമസം മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടി എന്നാ പറഞ്ഞതേ. അന്ന് ഞങ്ങൾ ഈ പരിപാടി കഴിയണത് വരെയും അവൻ സുഷമയെക്കുറിച്ച് തന്നെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിപ്പോൾ അത് തന്നെ തങ്കം. എന്റെ ക്ലീറ്റോ, ആ പെണ്ണ് കല്യാണം കഴിഞ്ഞ് വലിയ പിള്ളേരൊക്കെ ഉള്ളത്. അവൻ എന്താ കണ്ണറിയാൻ പാടില്ലേ എന്നെ നോക്കാനായിട്ട്? കല്യാണം കഴിഞ്ഞവർ തമ്മിലൊന്നും ഒന്നും പാടില്ലെന്നാണ് നീ പറയണത്. ഒരു ഫോൺ കോൾ മതി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ ഇതെല്ലാം ഓക്കെ ആവാൻ. അപ്പൊ അവള് തന്നെ ആയിരിക്കും? ഇത് അവള് തന്നെ. എന്നാ ഞാൻ പോയി ചോദിക്കും അവനോട്. ആഹാ, നീ ഇപ്പൊ അവനോട് ഇത് ചോദിക്കുമ്പോ ആ പെണ്ണങ്ങാനും ഇത് കേട്ടാ അവള് വല്ല കടുങ്കയും കാണിക്കാതെ അത് ഇത് വലിയ തലവേദനയാവും. ക്ലീറ്റോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അതുങ്ങളുടെ ജീവിതം പോവും. എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലായിരുന്നു. നമുക്കേ തഞ്ചത്തിൽ ചോദിച്ച് മനസ്സിലാക്കാം.
നീ എടുപിടിയൊന്നും അവിടെ ചെന്നൊന്നും ചോദിക്കരുത്. ദൈവം ഈ കുടുംബം നോക്കാതെ ഇവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടണേ. സമാധാനപ്പെടുന്നു, ബാ നമുക്ക് ചോദിക്കാം. വാ, അങ്ങനെ വിട്ടാ പറ്റില്ല. എനിക്ക് ഭക്ഷണം വേണ്ട വേണ്ട നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്. ഇത്തിരി എന്തെങ്കിലും കഴിച്ചിട്ട്. എനിക്ക് വേണ്ട മോളെ, എനിക്ക് വേണ്ടാന്ന്. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, നേരത്തെ പോകണം. ഇവിടെ വെളുപ്പാൻ കാലത്ത് അവൾ എഴുന്നേറ്റ് ഉണ്ടാക്കി വെച്ചത് നിനക്ക് കഴിച്ചോണ്ട് പോകാൻ വേണ്ടിയല്ലേ? കഴിച്ചിട്ട് പോ മോനെ. അമ്മ വെളുപ്പം കാലത്തല്ലേ എന്നും എഴുന്നേറ്റ് ഉണ്ടാക്കാറ് അല്ലേ? പിന്നെ ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്തിനെന്ന്? രാത്രി മൊത്തം അവൻ കരച്ചിലായിരുന്നു, നിനക്കറിയാമോ? അവള് കരയുന്നതിന് ഞാനാണ് ഉത്തരവാദി. പിന്നെ അല്ലാതെ ആരാടാ? ഞാനാ? നിന്റെ സ്വഭാവം കണ്ടിട്ട് തന്നെ അവൾക്ക് പോയി. എന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല. എന്റെ സ്വഭാവം മുമ്പ് ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ്. ഇനി നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞിട്ട് നീ കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. മനുഷ്യൻ 100 കൂട്ട കാര്യങ്ങൾ ആലോചിച്ച് തലയിൽ പെരുപ്പിച്ച് നടക്കണത് അതിന്റെ ഇടയിലാണ്. ഇതൊന്നും ഇല്ലാതെ അവൻ എവിടെ പോണത്? ഇതാകുമ്പോ ഞാൻ പറഞ്ഞു എങ്ങോട്ടാ പോണേന്ന് ദൈവത്തിന് മാത്രം അറിയാം. നീ കരയാതെ, നിനക്ക് ഞാനുണ്ട്. എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയാൻ വീട്ടിൽ കൊണ്ടാക്കാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തോ കരയാതെ. അമ്മേ, ഇതെന്താ ഈ കേക്കണേ ഇവിടെ? രാവിലെ ഉണ്ടാക്കി വെച്ച കാപ്പി പോലും കുടിക്കാതെ അവൻ ഇറങ്ങിപ്പോയത് നിങ്ങൾക്കറിയാമോ? അതെങ്ങനെ ഫോണെടുത്ത് ബിരിയാണി വെച്ച് സൽക്കരിക്കാൻ ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും. അമ്മ ഇതെന്താന്ന് ഇങ്ങനെ നിസ്സാരമായിട്ട് കാണണേ? ഞാൻ നിസ്സാരമായിട്ട് കാണുന്നതാണ്. ഞാൻ ഇനി എങ്ങനെയാണ് അവന്റെ അടുത്ത് പറയേണ്ടുന്നത്? ആ, അമ്മ ഇവിടുത്തെ മൂത്താണല്ലോ, അവനോട് അങ്ങോട്ട് ചോദിക്കാൻ കൂടെ. അങ്ങോട്ട് ചോദിക്കാൻ ചെല്ലാഞ്ഞിട്ടിരിക്കുന്നു. എന്നെ കടിച്ചു തീർന്നാണ് കാണാൻ അവൻ എന്റെ അടുത്ത് പെരുമാറുന്നത്. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കരുതെന്നായി പറയണേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ സംഭവം. എന്തോന്ന് സംഭവം? ഒന്നുമില്ല അമ്മേ. ജമന്തി, നീ ഇങ്ങനെ കരയാതിരിക്കുക, പരിഹാരം ഇല്ലാതിരിക്കോ ഏത് കാര്യത്തിനും. എന്തോ കുഴപ്പമുണ്ട് നാത്തൂനെ. ഇപ്പൊ 24 മണിക്കൂർ ഫോണിൽ തന്നെ. നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യമെന്നാ ഞാൻ ഈ ചോദിക്കണേ. ഇതൊക്കെ നിന്റെ കുഴപ്പാ. കുറെ കൂടി അവനങ്ങോട്ട് അനുസരിക്ക്. അവനാന്ന് പറഞ്ഞാ ആ, ഈന്ന് പറഞ്ഞാ ഈ. പെണ്ണുങ്ങളായാലേ ആണുങ്ങളെ നിലക്ക് നിർത്താൻ പഠിക്കണം. ചുമ്മാ കരയാനായിട്ട്. ജമന്തി, ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. തങ്കത്തിന്റെ നോട്ടം എപ്പോഴും എന്റെ മേലുള്ളതുകൊണ്ടാണ് ഞാൻ വഴിതെറ്റിപ്പോതെ ഇവിടെ നിൽക്കുന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഓഫീസിൽ എടുത്തിട്ടുണ്ടല്ലോ ഒരു ഫാസില്. ഇനി ആ ഫാസിൽ എന്ന് പറയണവനെ ഈ മുറ്റത്തോട്ട് കടത്തിയേക്കരുത്. അവനറിയാം, അവൻ ഇങ്ങനെ ഏഷണി കൂട്ടി കൊടുക്കണോണ്ട് അവൻ ഇങ്ങനെ ഓരോ തോന്നിയാസം കാണിക്കണേ. അമ്മ, അവനാണ് മറ്റവനെ കൂടെ ഇല്ലാതാക്കണേ. ഒരു കാര്യം ചെയ്യും, ഞാൻ അവന്റെ ഓഫീസ് വരെ പോയി ഒന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് രണ്ട് പാത്രമാക്കാമേ. അല്ല, വേണ്ട തീരുമാനങ്ങൾ എടുക്കാം. ജമന്തി കരയണ്ട കേട്ടാ. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരട്ടെ. കരയല്ലേ? ഇതുണ്ടൊക്കെ തുടച്ച് നീ എന്തെങ്കിലും കഴിച്ചാ? ഇന്നലെ മുഴുവൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. പൊന്നു മോളെ, നീ കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവട്ടെ, അപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പഴേ കിടന്ന് പട്ടിണി കിടന്ന് ചാവാതെ പോയി കഴിച്ച എന്തെങ്കിലും ചെല്ല്, എന്തെങ്കിലും എടുത്തു കൊടുക്കാമേ. നീ കൂടെ കയറി വാ. എനിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യുന്നു പറ. പറയുന്നേ എന്താ വിളിച്ചത്? കനകനെവിടെ? കനകൻ പുറത്തോട്ട് പോയല്ലോ. എന്താടാ അതിന്റെ പെടലിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന അവൻ എവിടെ പോയി? നീ എന്താ ഭീഷണിപ്പെടുത്തണ പോലെ? ഈ കൂടുതൽ സംസാരം വേണ്ട. അവൻ എവിടെ പോയിന്നാ നിന്നോട് ചോദിച്ചേ? എടാ, അവന് എന്തോ മെയിൻ്റെനൻസിന് പറഞ്ഞു വിട്ടേക്കാണ് പുറത്ത്. അത് സ്ഥലമില്ലേ? സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇടവഴികളിലായിരിക്കുള്ളൂ. നീ എനിക്ക് അവനെ അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ. എടാ, അവൻ വീട്ടിലേക്കല്ലേ വൈകുന്നേരം വന്നെ, നിനക്ക് കണ്ടാ പോരെ? ഓ, അവന്റെ വീട്ടിലുള്ള വരവും പോക്കൊക്കെ നിനക്കറിയാലോ. അതെല്ലാം തെറ്റി. അവനിപ്പോ തോന്നുമ്പോ വരുന്നു, തോന്നുമ്പോ പോകുന്നു. നിനക്കൊന്നും അറിയത്തില്ലല്ലടാ. ഞാനെങ്ങനെ അറിയാനാ നിന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങള്? ഓ, 24 മണിക്കൂറും നിന്റെ വണ്ടിയിലാണല്ലോ അവൻ പിന്നാലെ കൂടി നടക്കുന്നത്. എന്തുണ്ടായിന്നാ നീ പറയണത്? നീ പൊട്ടം കളിക്കല്ലേ ഫാസിലെ. നീ കൈ ചൂണ്ടി വർത്താനം പറയാലോ ക്ലീറ്റോ. ഇത് ഓഫീസാണിത്. അറിയട്ടെടാ, ഓഫീസിലുള്ളവരൊക്കെ അറിയട്ടെ നിന്റെ കൂട്ടുകാരനെ തോന്നിയ ദിവസങ്ങള് എന്തുണ്ടാക്കിന്നാടാ പറയണത്? നിനക്കൊന്നും അറിയത്തില്ലടാ. എന്താടാ? എടാ, ആ വീട്ടിൽ ആ തള്ളയും ആ പെങ്കൊച്ചും അവര് കരഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. ആ, നിനക്കൊന്നും അറിയത്തില്ലല്ലേ? ആ കുടുംബത്തിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാ അതിന്റെ ഉത്തരവാദിത്വം നീയും കൂടെ ആയിരിക്കും. ആ കുടുംബത്തിന് എന്ത് സംഭവിക്കാനാ? നീ കയറിയപ്പോ തന്നെ അറിയില്ല. എന്തേലും പറയാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി പറയടാ. എടാ, ആ കുടുംബത്തിന് എന്ത് സംഭവിക്കാനാണ്? കനകൻ ഇത്തിരി നേരം മാറിയെന്നാലേ. ആ, മാറിയെന്നാ ഒന്നും സംഭവിക്കത്തില്ല അല്ലേ? നിനക്കൊന്നും അറിയത്തില്ലല്ലടാ. എടാ, അറിഞ്ഞൂടാ, നീ ഇവിടെ ഓഫീസാണ്, ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കല്ലേന്ന്. ഒരു കുടുംബം തകർക്കുമ്പോ നിനക്ക് സമാധാനം കിട്ടുമായിരിക്കും അല്ലേ? നീയല്ലേ ആ കുടുംബം കലക്കിയത്? കൂടുതൽ സംസാരിക്കരുത് കേട്ടാ. ആ പെണ്ണെന്തെങ്കിലും കടുക്ക കാണിക്കുമ്പോഴേ നീയും അകത്ത് പോവും. പോടാ, നീ ഭീഷണിപ്പെടുത്തല്ലേ ക്ലീറ്റോയെ? പോടാ, കാണിച്ചിടാ ഞാൻ നിനക്ക്. ഞാൻ കൊറേ കണ്ടതാടാ. പോടാ. പിന്നെ എടാ ക്ലീറ്റസ്, ആ കറണ്ട് കാശ് അടച്ചോണ്ട് പോടാ. ഊരാൻ വരാൻ എനിക്ക് നേരം ഉണ്ടാവില്ല നിന്റെ വീട്ടില്. അതെ, അമ്മയുടെ പുന്നാര മോൻ എന്നും ഒരുങ്ങിക്കെട്ടി ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ, ഓഫീസിൽ എത്തുന്നില്ല. പിന്നെ അവൻ
എവിടെ ഈ ദിവസം രാവിലെ ഇറങ്ങി പോണത്? അതെനിക്കറിയില്ല. എടാ നീ ഒന്ന് തിരക്കാത്തത് എന്തായിരുന്നു? അതിനല്ലേ നിന്നെ പറഞ്ഞയച്ചത് അങ്ങോട്ട് ഞാൻ. അവന്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ, ആ അലവലാതി, അവനോട് ചോദിച്ചപ്പോ അവൻ ഉരുണ്ട് കളിക്കുക. അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തോ കള്ള ലക്ഷണം. എടാ, നീ വേറെ ആരുടെങ്കിലും ഒന്ന് തിരക്കാത്ത എന്തായിരുന്നു? ഇനിയിപ്പം ബാക്കിയുള്ള ആൾക്കാരെ കൂടെ അറിയിച്ചിട്ട് എന്തിനു വെറുതെ നമ്മളെ പല്ലിക്കുത്തി നാറ്റിക്കുന്നേ? തങ്കം, നീ വന്ന എനിക്ക് വിശക്കുന്നു, ചോറെടുക്ക്. അയ്യോ എടാ നീ അങ്ങനെ പോകരുതേടാ. എന്താ ഇത്? ഇവിടെ ആരും കഴിച്ചിട്ടില്ല, അവനൊന്ന് വരട്ടെ. ഇപ്പൊ അവൻ വേണ്ടിട്ട് ബാക്കിയുള്ള പട്ടിണി കിടക്കേണ്ട അവസ്ഥ. മണി 11 കഴിഞ്ഞു. ഒന്ന് ഇവിടെ നിക്കുന്നു. ശ്ശോ, എന്തൊരു കഷ്ടമാണ് നോക്കണേ. ഒരു പെണ്ണിരിക്കുന്ന ഈ അവസ്ഥ നീ കണ്ട? ഞാൻ പോകുന്നില്ല, ഇവിടെ ഇരിക്കാം. അപ്പൊ ഇങ്ങോട്ട് ഓടി പോകുന്നതിന് അവനെ വിളിച്ചിട്ട് വന്നാ മതിയായിരുന്നില്ലേ? നീ എന്തോ പറയണം? മണി 11:30 കഴിഞ്ഞു. ഞാൻ നോക്കാൻ പറ്റുന്നിടത്ത് എല്ലാം നോക്കി. അമ്മാവന്റെ അടുത്ത് അല്ലാതിരുന്ന എന്താ? അമ്മാവനെയൊക്കെ ഞാൻ വിളിച്ചു, അവിടെ ഒന്നും പോയിട്ടില്ല. ഇതിപ്പം ഞാൻ പറഞ്ഞ മറ്റത് തന്നെടി, സുഷമ്മ. എന്തോന്നടാ? അമ്മയ്ക്ക് വന്നേ അമ്മ, അത് കേക്കണ്ട. അതൊക്കെ മുളയിലെ നുള്ളിയിലേക്ക് പ്രശ്നം തന്നെ. അമ്മ ഇരിക്കും. കാര്യം പതുക്കെ പറ, അവള് കേക്കണ്ട. അമ്മ, പ്ലീറ്റു, ഞാൻ മിണ്ടായിരുന്നു തന്നെ ഇത്രത്തോളം ആയത്. ആരും മിണ്ടണ്ട. എനിക്കിത് പറഞ്ഞേ പറ്റി, എന്റെ ഉള്ളിൽ ഇത് കിടക്കില്ല. എന്നാലും ഈ കൊച്ചു അറിയാനുള്ള തന്നെ. പിന്നെ അവന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു സുഷമ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. പണ്ടേ പഠിക്കുമ്പോഴേ ഇവര് തമ്മിൽ എന്തോ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവളിടയ്ക്ക് ഗൾഫിലൊക്കെ പോയി ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങ് സ്ഥലമൊക്കെ വാങ്ങിച്ച് വീട് വെച്ച് അപ്പൊ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി അവനെ കണ്ടെന്നാ, ഫോൺ നമ്പർ കൊടുത്തെന്നാ, വിളിച്ചെന്നൊക്കെ പറയുന്നത്. പെണ്ണെ നീ കരയാതെ അവിടെ നില്ല്. കാര്യം എന്താണെന്ന് അറിയട്ടെ. കണ്ട അവൾ ഇങ്ങോട്ട് കയറി വന്ന എന്റെ വിധം അപ്പോഴാണ് അവള് മനസ്സിലാക്കാൻ പോകുന്നത്. കുറ്റിച്ചൂരടുത്ത് ഞാൻ അവളെ അടിക്കും. ഈ കൊച്ചിന്റെ കാര്യം ഇപ്പൊ എന്തോ ചെയ്യുന്ന? ഞാൻ നോക്കും, അവൻ പരിപാടിയിലാവും. എന്നാലും അവൻ ഇത്രയും വൃത്തികെട്ടവനായി പോയല്ലോ. അവരല്ലേ വരുന്നത്? ഓ ഇങ്ങോട്ട് വരട്ടെ. അമ്മേ, അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ട് അകത്തോട്ട് കയറ്റാവും. അത്രേ ഉള്ളൂ. ഓ, എനിക്ക് മറ്റവനെ കാണുമ്പോട്ടും അവനായിക്കൂടാത്തെന്ത്. പോണത് എന്താടാ നിന്റെ ഉദ്ദേശം? എടാ നീ എങ്ങോട്ടാണെന്ന് പോയത്? അമ്മ നിക്കമ്മേ, നീ കള്ളു കുടിച്ചിട്ടുണ്ടോടാ? കള്ളു കുടിച്ചിട്ടുണ്ടോന്ന്? ഞങ്ങളെ അവൻ അങ്ങനെ കഴിച്ചിട്ടില്ല. നീ എന്തോടെ കേടാ ഈ സൂക്കെടുത്തലക്ക്? എന്താ നിന്റെ ഉദ്ദേശം? വേണ്ട വേണ്ട വേണ്ട, അവിടെ നിന്നെടാ. കാര്യം പറഞ്ഞതിനകത്തോട്ട് കയറിയാ മതി. എന്താടാ കാര്യം? എടാ എന്താ നിനക്ക് വിഷയം? അമ്മ ഇവളെന്തിനാണ് ഇങ്ങനെ കരയണേ? കരയാൻ നിന്നോടാ ചോദിച്ചത്. ഇവളെന്തിനാ കരയണേ? നിനക്കറിയില്ല എന്തിനാ കരയണേന്ന്? കാര്യം പറയടാ. അമ്മ ഞാൻ അങ്ങ് പോട്ടെ, നിങ്ങൾ വെറുതെ. ദിവസം ഇവിടെ കിടന്ന് കളി തുടങ്ങിയിട്ട് കേട്ടോ. ഈ അമ്മേനോട് നീ ഇതിനാ തട്ടിക്കയറണേ? ഇവളോട് ഇതിനാ തട്ടിക്കയറണേ? ഇതിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതി. എന്റെ കനക, നീ എന്താന്ന് വെച്ചാ അവരോട് പറ. ക്ഷമിക്കണേനൊക്കെ ഒരു അതിലുണ്ട്. അമ്മ പോട്ടെ. ഒന്നും പറയാനില്ലേ? കനക, ഇവളോട് നീ മറുപടി പറഞ്ഞിട്ട് നീ എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. നീ പൊക്കോ, നീ ഇവിടുന്ന് പൊക്കോ. നീ കനക, നീ കാര്യം പറയണ. നീ എന്തിനിങ്ങനെ സഹിക്കണ? പറയടാ. നീ എന്തിനാ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത്? കാര്യം പറയടാ. എന്തായാലും നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കോ? എന്താ ഞാൻ പറയാം. എന്നാ പറയാ തന്നെ. അല്ലാതെ നിങ്ങൾ മാത്രം വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്റെ വിഷമം എന്താ നിങ്ങൾ കൂടി മനസ്സിലാക്കി. നിനക്ക് ഭയങ്കര വിഷമം തന്നെ. കാര്യമുണ്ട്. പറയടാ. അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു പെണ്ണുമായിട്ടൊരു വിഷയമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സുഷമ്മ സുഷമ്മ, അത് തന്നെ പറയും പോലെ നീ കളിക്കാൻ കരുതട്ടോ. എന്റെ ഒളിച്ചാളിയൊക്കെ ഞാൻ അറിയണ്ടടാ. അവരൊന്ന് പറയട്ടെ. നീ അടിക്കടാ, എന്റെ വീട്ടിൽ സമാധാനപ്പെടി. ഞാൻ പറയാം, പറയട്ടെ. ഒരു പെണ്ണുമായിട്ടൊരു വിഷയട്ടായി. ഒരുത്തി ഞങ്ങളുടെ ഓഫീസിൽ കയറി വന്നു. സ്റ്റാഫിനോട് അപമര്യാദയായിട്ട് പെരുമാറി. ആരും ചോദിക്കാനില്ല. ഞാൻ ചെന്ന് ചോദിച്ചു എന്താടി വിഷയം. അപ്പൊ അവള് പറഞ്ഞു ഇടിയെന്ന് വിളിക്കരുത്. എന്നെ പിടിച്ചു തള്ളി. ഞാൻ അവളെ പിടിച്ചു തള്ളി. ആര് പ്രേമം? എവിടെ പ്രേമം? നീ ഒന്ന് അടങ്ങുന്നേ. നീ കാര്യം പറ. പോക്കിന്റെ ഇടയിൽ കയറി പെരുടി വെച്ചാ പിന്നെ ആദ്യം കാര്യങ്ങൾ പറയട്ടെ. അത് കേൾക്ക്. നീ കാര്യം പറ. അത് കേൾക്കണതിന്റെ മുമ്പ് പറയാം. അതിനല്ലേ പറയല്. ആൾക്കാരിവിടെ തീ നിന്ന് നിൽക്കണം. നമ്മൾ കളിക്കുന്നത് പറയടാ. അപ്പൊ അവൾ ഇപ്പൊ എന്താ പറഞ്ഞേക്കണെന്ന് അറിയോ? അവൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് വനിതാ കമ്മീഷനിൽ. ഞാൻ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന്. എനിക്ക് ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? എനിക്ക് സ്ത്രീ പീഡനത്തിന് കേസ് ഉണ്ടെന്ന് ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? അത് നിങ്ങളോട് പറയാമോ എനിക്ക്? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും?
എനിക്കെതിരെ കേസ് കൊടുക്കുന്നു പറഞ്ഞ് നടക്കുകയാണ്. അവളെങ്ങാനും കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും, എനിക്ക് ശമ്പളം ഉണ്ടാവില്ല, എന്റെ കുടുംബം പട്ടിണിയാവും, ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. ആ കേസിൽ നിന്ന് ഞാൻ ഊരി പോരണമെങ്കിൽ 2 ലക്ഷം രൂപ ഞാൻ അവൾക്ക് കൊടുക്കണമെന്ന്. ആ പൈസ എങ്ങനെ ഉണ്ടാക്കുന്ന ആലോചിച്ച് തല പോയിച്ചിട്ടാണ് ഞാൻ ഈ ഫോൺ ചെയ്തുകൊണ്ട് നടന്നത്. അവക്ക് ഇത് തന്നെയാണ് അമ്മേ കൃഷി. 3-4 ആളുടെ പണി കളഞ്ഞവളാണ് ഇവള്. ഈ വിഷയം ഞാൻ ഇവിടെ വന്ന് പറയാം, എനിക്ക് വന്ന് പറയാൻ പറ്റുമോ? എന്നോട് പറഞ്ഞ എന്തായിരുന്നു? ഞാൻ എത്ര തവണ ചോദിച്ചതാ. ഈ സ്ത്രീ പീഡന കേസിൽ ഭർത്താവ് പെട്ടു എന്ന് എനിക്ക് ഇവിടെ വന്ന് പറയാൻ പറ്റുമോ? നീ പറ. എന്താ നിങ്ങൾക്ക് എന്താണെങ്കിലും എന്റെ അടുത്ത് പറയാലോ അല്ലേ? എന്റെ അളിയൻ എന്നോട് പറഞ്ഞോടായിരുന്ന എന്റെ പാർട്ടിയിലെ പിള്ളേരോട്ട് ഞാൻ അവളെ പൊക്കിച്ചുനാ. നിന്നോട് പറഞ്ഞാ പിന്നെ തീർന്നില്ലേ? എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഏട്ടന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കെങ്കിലും സമാധാനം ഉണ്ടാവേണ്ട. എന്താ അങ്ങനെ ആലോചിക്കാത്ത? എല്ലാവരും കൂടെ സമാധാനക്കേട് ഏൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കായിട്ട് അങ്ങനെ ഏറ്റു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മക്കളെ പോട്ട് മക്കളെ, ഇപ്പൊ സമാധാനം ആയല്ലോ, കാര്യം അറിഞ്ഞല്ലോ. നീ എന്താ വിചാരിച്ചിരിക്കണേ? ഭാര്യയ്ക്കും ഭർത്താവിന് ഒരു പ്രശ്നം ഉണ്ടായി അത് പരസ്പരം പറയണം, പറഞ്ഞു തീർക്കണം. അല്ലാതെ നീ പറഞ്ഞ കാണിച്ച പോലെ ഒളിപ്പിച്ചു വെക്കുകയല്ല വേണ്ടത്. എത്ര നാൾ എനിക്കതിങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും? ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുമ്പോഴാ ഓരോ കുടുംബം തകർന്നു പോണത്. എന്നിട്ട് കോടതി ഡൈവോഴ്സ് എന്ന് പറഞ്ഞു ഓടും. കടന്നു പോടാകത്ത് വിളിച്ചോണ്ട് പാടി അവനെ. ചെല്ല്, ഇനി എന്തുണ്ടെങ്കിലും എന്റെ അടുത്ത് പറയാന്ന് സത്യം ചെയ്. സത്യം ചെയ്യടാ. ജവന്തി, ഇനി നിന്നിന്ന് ഞാൻ ഒന്നും ഒളിച്ചു വെക്കില്ല, എല്ലാം പറയും. ആ അകത്ത് നോക്കിട്ട് പോരാണ്ടത്. നീ പൊക്കോ. ഓക്കെ. അളിയാ, അളിയൻ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഓക്കെ. Alien versus Alien.